ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്കൽ മീഡിയ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്. ഫിസിക്കൽ മീഡിയ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പഠിക്കുന്നത്. നമുക്കറിയാം ട്രാൻസ്മിഷൻ മീഡിയ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഗൈഡഡും മറ്റത് അൺഗൈഡഡും. ഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയാസിന് എക്സാമ്പിൾസ് ആണ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, കൊയാക്സിയൽ കേബിൾസ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ഇതൊക്കെ തന്നെ ഈ ഗൈഡഡ് മീഡിയ എന്ന് പറയുമ്പോൾ ഫിസിക്കലി നമ്മുടെ നെറ്റ്വർക്ക് ഡിവൈസസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ മീഡിയാസ് ആണ്. ഓക്കെ, ഇത് വയർലെസ് ആയിട്ടുള്ള ഫിസിക്കൽ മീഡിയ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയ ആണ് അൺഗൈഡഡ് മീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഓരോന്നിൻ്റെയും കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ബാൻഡ് വിഡ്ത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾസിനെ സംബന്ധിച്ചിടത്തോളം ലോ ടു മോഡറേറ്റ് ആയിരിക്കും ബാൻഡ് വിഡ്ത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. കൊയാക്സിയൽ കേബിൾസിൽ മോഡറേറ്റ് ആയിരിക്കും. ഒപ്റ്റിക്കൽ ഫൈബറിലായിരിക്കും ഹയസ്റ്റ് ബാൻഡ് വിഡ്ത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഗൈഡഡ് മീഡിയാസിൽ ഏറ്റവും ലോവസ്റ്റ് വരുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിളിലും ഗൈഡഡിൽ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലായിരിക്കും ഏറ്റവും ഹൈ ബാൻഡ് വിഡ്ത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. വയർലെസ്സിലെ കാര്യത്തിൽ ഇറ്റ് ഈസ് വേരിയബിൾ, നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഡിപ്പെൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി എറർ റേറ്റ്, എത്രത്തോളം എറർ റേറ്റ് ഓരോന്നിലും ഓരോ ട്രാൻസ്മിഷൻ മീഡിയയിലും ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ വെരി ലോ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഇത് കണ്ടോ, അൺഗൈഡഡ് മീഡിയ വിച്ച് ഇസ് വയർലെസ് ആണെങ്കിൽ ഹൈ ചാൻസസ് ഓഫ് എറർ റേറ്റ്. ഓക്കെ, ട്വിസ്റ്റഡ് പെയർ കേബിളിൽ മോഡറേറ്റ് ആണ്, കൊയാക്സിയൽ കേബിളിൽ ലോ ആണ്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ നേരത്തെ പറഞ്ഞതുപോലെ വെരി ലോ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇന്റർഫിയറൻസ് റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ഇന്റർഫിയറൻസ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇന്റർഫിയറൻസ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ തന്നെയാണ്. ഗൈഡഡ് ആണെങ്കിലും അൺഗൈഡഡ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഇന്റർഫിയറൻസ് റെസിസ്റ്റൻസ് ഉള്ളത് ഒപ്റ്റിക്കൽ ഫൈബറിന് തന്നെയാണ്. ട്വിസ്റ്റഡ് പെയറിന് ലോയും അതുപോലെ തന്നെ കൊയാക്സിയൽ കേബിളിലാണെങ്കിലും മോഡറേറ്റും ആയിരിക്കും. വയർലെസ്സിനെ സംബന്ധിച്ചിടത്തോളം വെരി ലോ ആണ്. ഇറ്റ് ഓൾസോ ഡിപ്പെൻസ്, വയർലെസ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഇനി കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓരോ ടൈപ്പ് ട്രാൻസ്മിഷൻ മീഡിയ എടുക്കുകയാണെങ്കിലും ഏറ്റവും ലോ കോസ്റ്റ് വരുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിളിനാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും കൊയാക്സിയൽ കേബിളിൻ്റെത്. പക്ഷെ ഒപ്റ്റിക്കൽ ഫൈബറിനെ സംബന്ധിച്ചിടത്തോളം അതിന് റേറ്റ് കൂടുതലാണ്, അത് എക്സ്പെൻസീവ് ആണ്. വയർലെസ് ആണെങ്കിൽ അത് മീഡിയം ആണ് റേറ്റ് വരുന്നത്, കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി എത്രത്തോളം ഡിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് വെരി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഒരു 100 മീറ്റർ ഒക്കെ വരെയാണെങ്കിൽ നമുക്ക് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് യൂസ് ചെയ്യാം. അപ് ടു 500 മീറ്റേഴ്സ് ആണെങ്കിൽ കൊയാക്സിയൽ കേബിൾസ്. ഗ്രേറ്റർ ദാൻ 10 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രേറ്റർ ദാൻ 10 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രിസൈസ്ലി സെയിങ് 10 ടു ഒരു 12 കിലോമീറ്റേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വയർലെസ് ആണെങ്കിൽ ലോങ് റേഞ്ച് പോസിബിൾ ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഗൈഡഡ് മീഡിയയിൽ ഏറ്റവും നല്ലതെന്ന് പറയാവുന്നത് എന്തായാലും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ആണ്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് ഇച്ചിരി കൂടുതലാണെന്ന് മാത്രം. ഓക്കെ, ഇനി സെക്യൂരിറ്റിയുടെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിളിൽ മോഡറേറ്റ് സെക്യൂരിറ്റി ആയിരിക്കും, കൊയാക്സിയൽ കേബിളിലും മോഡറേറ്റ് സെക്യൂരിറ്റി ആയിരിക്കും. പക്ഷെ ഒപ്റ്റിക്കൽ ഫൈബർ ഹൈ സെക്യൂരിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ വയർലെസ് ആണെങ്കിലോ ലോ സെക്യൂരിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം ബെറ്റർ ആയിട്ടുള്ളത് എന്തുകൊണ്ടും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് തന്നെയാണ്, അല്ലേ? ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത് ഡിസ്റ്റൻസ് സപ്പോർട്ട്. ഈ ഒരു വാല്യൂസ് 100 മീറ്റേഴ്സ് ഫോർ ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, up to 500 meters for coaxial cables, greater than 10 kilometers for optical fiber cables. അത്
നിങ്ങൾ പ്രിസൈസ്ലി പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഒരു പോയിന്റ് കൂടെ ഇവിടെ പറയുവാണ്. നമ്മളിപ്പോൾ സ്പീഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഗൈഡഡ് മീഡിയയുടെ ആണ് എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. 10 Mbps to 100 Mbps വരെ സ്പീഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനകത്തും അങ്ങനെ തന്നെ 10 to 100 Mbps എന്ന് തന്നെ പറയാം. ഈ ഏതിനകത്ത് കോയാക്സിയൽ കേബിൾസിനകത്ത്. ഒപ്റ്റിക്കൽ ഫൈബറിനകത്ത് 10 Mbps to 100 Gbps അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, സ്പീഡ് വരുന്നത്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. സോ ബാൻഡ് വിഡ്ത്തും സ്പീഡും ഡിഫറെൻ്റ് ആണ്. ബാൻഡ് വിഡ്ത്തും ത്രൂപുട്ടും ഡിഫറെൻ്റ് ആണ്, അത് കൂട്ടിക്കുഴയ്ക്കരുത്. പക്ഷെ നമ്മൾ സ്പീഡ് പറയുമ്പോൾ ബിറ്റ്സ് പെർ സെക്കൻഡ് എത്ര സപ്പോർട്ട് ചെയ്യും ബാൻഡ് വിഡ്ത്ത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ അത് ഇത്രയും പോസിബിൾ ആണ്. ഓക്കെ, ഫിസിക്കൽ മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ 2 ടെർമിനോളജീസും കൂടെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ബിറ്റ് റേറ്റും ബൗഡ് റേറ്റും. ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്മിറ്റഡ് പെർ സെക്കൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന് വെച്ചിട്ടാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് kbps ആവാം, കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ് ആവാം, mbps ആവാം, അല്ലെങ്കിൽ gbps ആവാം. ഓക്കെ, ഇനി ബിറ്റ് റേറ്റ് കാണുന്നതിനുള്ള ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബോർഡ് റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ബിറ്റ്സ് പെർ ബോർഡ് എന്നുള്ളതാണ് അതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബോർഡ് റേറ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്പർ ഓഫ് സിഗ്നൽ ചേഞ്ചസിനെയാണ് നമ്മൾ ബോർഡ് റേറ്റ് എന്ന് പറയുന്നത്. ബോർഡ് റേറ്റ് കാണുന്നതിനുള്ള ഫോർമുല ബിറ്റ് റേറ്റ് ബൈ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ ബോർഡ്, അല്ലെങ്കിൽ ബിറ്റ് റേറ്റ് ബൈ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സിംബൽ. ഇത്രയും കാര്യങ്ങൾ, ഈ 2 ടെർമിനോളജീസ്, ഈ ഫോർമുലാസും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇത് രണ്ടും കൺഫ്യൂസ്ഡ് ആയി പോകരുത്. നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്മിറ്റഡ് പെർ സെക്കൻഡ് ആണ് ബിറ്റ് റേറ്റ്. നമ്പർ ഓഫ് സിഗ്നൽ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൗഡ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിസിക്കൽ മീഡിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ടോപ്പിക് ഈ ഒരു വീഡിയോയോട് കൂടി കഴിയുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക്, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.